ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പ്രിയമുള്ളവരെ, 2026 3 മാസക്കാലം പിന്നിട്ട് 4-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയ ദൈവിക കരുണയ്ക്കും ദയയ്ക്കും കർത്താവിൻ്റെ സ്നേഹത്തിനുമായി നന്ദി പ്രകാശിപ്പിച്ച് ദൈവത്തിന് മുമ്പാകെ നമുക്ക് അടുത്തു വരാം. ദൈവവചനത്തിനായി കാതോർക്കാം. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഓരോ ദിനങ്ങളും യുദ്ധത്തിൻ്റെയും യുദ്ധസ്ഥിതികളുടെയും അപകടങ്ങളുടെയും ഒക്കെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അൻപാർന്ന കരം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്നതോർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ പുതിയ മാസം നമുക്ക് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവിക കരുതലിൻ്റെയും ദിനങ്ങളായി തീരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. കർത്താവ് നമ്മോട് ഇടപെടുന്നത് ദൈവിക കരുതലിനെ കുറിച്ച് നമ്മെ ഓർപ്പിക്കുകയാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കരം, തന്നെ അനുഗമിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കരം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പാൻ അനുവദിക്കാത്ത കർത്താവിൻ്റെ കരം. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പത്രോസിന് വേണ്ടി കരുതിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതലിനെ ഓർപ്പിക്കുന്ന ദൈവപ്രവൃത്തിയാണ്. ചൂണ്ടലിട്ട് കിട്ടുന്ന ആദ്യത്തെ മീൻ്റെ വായ്ക്കകത്ത് ഒരു ചതുർദ്രഹ്മപ്പണം പത്രോസിന് വേണ്ടി കരുതി ഒരുക്കി വെച്ച കർത്താവ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഈ പുതിയ മാസത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു ദൈവിക കരുതലിൻ്റെ ദിനങ്ങളാക്കി കർത്താവ് നിശ്ചയമായി മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. പലതും നിനക്ക് പ്രതികൂലമായി നിന്നേക്കാം. സാഹചര്യങ്ങൾ, ചുറ്റുമുള്ള വ്യക്തികൾ, ഒരുപക്ഷെ കൂടെ പിറന്നവർ പോലും പ്രതികൂലമായാലും ദൈവത്തിൻ്റെ ബലമുള്ള കരം നമുക്കുണ്ടെങ്കിൽ നാം തളരുകയോ പതറുകയോ തോൽക്കുകയില്ല. മറിച്ച് നാം അവിടെ ജയാളികളായി തീരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുമെങ്കിൽ ഈ പുതിയ മാസത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവ് ചെയ്യട്ടെ. നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങളിൽ, നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകളുടെ നടുവിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കരുതൽ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണം ദൈവം നിങ്ങൾക്കും എനിക്കും നൽകി നമ്മെ മാനിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്താകെ പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന, തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമായിട്ട് ഒരുക്കി കൊടുക്കുന്ന കർത്താവിൻ്റെ വലിയ സംരക്ഷണം പത്രോസിന് വേണ്ടി കരുതിയതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദിനങ്ങളായി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പൊന്നുപാദത്തിൽ അടുത്ത് വരുന്നു. ഈ പുതിയ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവിക പ്രവൃത്തിയുടെയും ദിനങ്ങളാക്കി തീർക്കണം. ആപത്തും അനർത്ഥങ്ങളും അപകടങ്ങളും നിറഞ്ഞ യാത്രയിൽ ഞങ്ങളെ അവിടുത്തെ ചിറകടിയിൽ മറച്ച് സുരക്ഷിതരായി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.